Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അതായത് +1 ജൂൺ 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ആൻസർ എനി 5 questions from 1 to 7. Each carries 1 mark. അതായത് ഫസ്റ്റ് 1 to 7 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിലേതെങ്കിലും 5 എണ്ണമാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലൈറ്റ് ഈസ്. ഓപ്ഷൻസ് ആർ മെക്കാനിക്സ്, ഒപ്റ്റിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്. ഏതാണ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലൈറ്റ്? മെക്കാനിക്സ്, ഒപ്റ്റിക്സ് ആൻഡ് ഇലക്ട്രോഡൈനാമിക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഒപ്റ്റിക്സ്. Then the second question is the restoring force developed in a spring extended by a length x is F is equal to minus kx. The dimensional formula of K is. അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. F is equal to minus kx is the equation for finding the restoring force developed in a spring. We have to find the dimensional formula for K. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് കാണേണ്ടത്. സോ ഹൗ വി ക്യാൻ ഫൈൻഡ്? എങ്ങനെ കാണാൻ പറ്റുക? അതായത് തന്നിട്ടുള്ള ഇക്വേഷനിൽ F is equal to minus kx നിന്ന് എന്ത് കാണാൻ പറ്റും? K is equal to F/x എന്ന് എഴുതാം അല്ലേ. ഇനി എഫിൻ്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡയമെൻഷൻ കണ്ടാൽ മതി. അപ്പോൾ എന്താണ് എഫിൻ്റെ ഡയമെൻഷൻ? വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് എഫ്? ദറ്റ് ഈസ് mL(T⁻²) ബിക്കോസ് F is equal to m into a ആണ്. So that is mL(T⁻²) divided by x is a length, so L. Okay, so mL(T⁻²) by L. What we will get? mL(0)(T⁻²). So that is the dimension of K. The answer is mL(0)(T⁻²). Now we can move to the next question. Here the modulus of vector A plus vector B is equal to modulus of vector A minus vector B. The angle between vectors A and B is dash. Okay, അതായത് A plus B is equal to A minus B ആണ്. അങ്ങനെയാണെങ്കിൽ what is the angle between the vectors A and B? എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ എത്രയാണെന്നുള്ളതാണ്. എത്രയായിരിക്കും വരിക? A plus B equal to A minus B ആണെങ്കിൽ yes, 90 degree. 90 degree is the correct answer. The next question is write the value of escape velocity of an object from the surface of moon. So what is the value of escape velocity of an object from the surface of moon എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് മൂണിൻ്റെ സർഫസിലുണ്ടാവുന്ന എസ്കേപ്പ് വെലോസിറ്റി എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഈസ് 2.37 km/s ആണ്. 2.37 km/s. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് pick the correct one. When the temperature of a liquid increases, its surface tension dash. The options are increases, decreases, remains the same. That is, when the temperature of a liquid increases, ഒരു ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ what will happen for its surface tension? അതിൻ്റെ സർഫസ് ടെൻഷൻ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻക്രീസസ്, ഡിക്രീസസ്, റിമെയിൻസ് ദ സെയിം. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ? Yes, decreases. Okay, temperature increase ചെയ്യുന്നതിനനുസരിച്ചിട്ട് the surface tension decreases. Now the next question is a light body and a heavy body have equal momentum. Which one has greater kinetic energy? The question is a light body and a heavy body have equal momentum. അതായത് ഒരു ലൈറ്റ് ബോഡിക്കും ഒരു ഹെവി ബോഡിക്കും ഈക്വൽ മൊമെൻ്റ് ആണുള്ളത്. വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? വിച്ച് വൺ ഈസ് ഹാവിങ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? ഇതിനാണ് കൈനറ്റിക് എനർജി കൂടുതൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? P is equal to m into v. റൈറ്റ്, രണ്ടിനും ഈക്വൽ മൊമെൻ്റ് ആണ്. ബട്ട് മാസ് ഈസ് ഡിഫറെൻറ്റ് അല്ലേ. അപ്പോൾ മാസ് കുറവുള്ളതിൻ്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മാസ് കൂടുതലുള്ളതിൻ്റെ വെലോസിറ്റി കുറവായിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി ഏതിനായിരിക്കും കൂടുതലെന്ന് മനസ്സിലാക്കാം അല്ലേ. കൈനറ്റിക് എനർജി ഈസ് ½ ആണ്. അതായത് വെലോസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് കൂടും? കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ ഏതിനായിരിക്കും കൂടുതൽ വെലോസിറ്റി ഉള്ളത്? ലൈറ്റർ ബോഡിക്കാണ് കൂടുതൽ വെലോസിറ്റി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റർ ബോഡി വിൽ ബി ഹാവിങ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി. സോ ദ ആൻസർ ഈസ് ലൈറ്റർ ബോഡി ഹാസ് greater kinetic energy, or we can find it by using the equation kinetic energy is proportional to 1/m. അല്ലെങ്കിൽ അത് ഓർത്തിരുന്നാലും മതി. പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/m ആണ്. അപ്പോൾ അവിടെ മാസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കൈനറ്റിക് എനർജി കുറയും. സോ ദാറ്റ് ഓൾസോ യു ഹാവ് ടു
remember. The next question is, in the case of a stationary wave, the displacement of a particle at positions of node is dash. In the case of stationary waves, the displacement of a particle at position of node is dash. അതായത് ഒരു സ്റ്റേഷനറി വേവിൻ്റെ കേസിൽ നോഡിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പൊസിഷൻസ് ഹാവിങ് സീറോ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, സോ വാട്ട് വിൽ ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. So the answer is 0. The next one is, answer any 5 questions from 8 to 14. Each carries 2 marks. Next one is 2 mark questions. So here we have to answer any 5 questions from 8 to 14. 8 മുതൽ 14 വരെയുള്ളതിൽ ഏതെങ്കിലും 5 questions ആണ് ആൻസർ ചെയ്യേണ്ടത്. The first question is, the position time graph of an object is shown below. Draw the velocity time graph and find total displacement. സോ ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? പൊസിഷൻ ടൈം ഗ്രാഫാണ്. സോ ഹിയർ വി ക്യാൻ സി ദ ടൈം ഈസ് ടേക്കൺ അലോങ് എക്സ് ആക്സിസ് ആൻഡ് പൊസിഷൻ അലോങ് വൈ ആക്സിസ്. അതായത് അതിൻ്റെ ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കാണാം? ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. അതിൻ്റെ വാല്യൂസ് നോക്കിക്കൊണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് വി ഹാവ് ടു ഡ്രോ ആൻഡ് ഫൈൻഡ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വി ക്യാൻ യൂസ് വി ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 ബൈ T2 മൈനസ് T1. ഓക്കെ, അതിൽ x2 എത്രയാണ് വാല്യൂ വരുന്നത്? 6 ആണ്. ദെൻ x1 എത്രയാണ് വരുന്നത്? 0. സോ 6 മൈനസ് 0 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ഇസ് 3 മൈനസ് 0. സോ ദാറ്റ് ഈസ് 6 ബൈ 3. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ V2 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? യെസ്, V2 ഇസ് ഈക്വൽ ടു 0 മൈനസ് 6. അതായത് x2 മൈനസ് x1 ഇസ് 0 മൈനസ് 6 divided by 5 minus 3. Okay, so 0 minus 6 divided by 5 minus 3 ആണ്. So that is minus 6 by 2, that is equal to minus 3 meter per second. So V1 V2 calculate ചെയ്തിട്ടുണ്ട്. Now we can draw the velocity time graph. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 3 നെഗറ്റീവ് ആണ്. അപ്പോൾ അതിൽ ആക്സിസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. Here time is taken along x-axis and velocity along y-axis. അപ്പോൾ അത് പ്രത്യേകം മാർക്ക് ചെയ്യുക. That readings you have to note and values we have already calculated, right? So that values we can use for this graph. അപ്പോൾ values യൂസ് ചെയ്തുകൊണ്ട് വെലോസിറ്റിയുടെ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൽ മാർക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? വെലോസിറ്റി y-ആക്സിസിലും അതുപോലെ തന്നെ ടൈം x-ആക്സിസിലാണ്. ഇനി അതിൽ വൺ മോർ ക്വസ്റ്റ്യൻ ഈസ് ദർ, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഹിയർ വി ഹാവ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. സോ ഹൗ വി ക്യാൻ ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം വെലോസിറ്റി ടൈം ഗ്രാഫ്? എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കാണുക? യെസ്, ദാറ്റ് വിൽ ബി ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ഗിവ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ കിട്ടുക? ഏരിയ കാണണം. സോ 2 into 3 plus minus 3 into 2 ആണ്. സോ ദാറ്റ് വിൽ ബി 0. Here displacement is 0. The next question is, a javelin is projected at an angle of 30 degree with an initial velocity of 5 meter per second from the ground. What are its velocity and acceleration at the highest point? അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? A javelin is projected at an angle of 30. Theta is 30 degree. Initial velocity is given as 5 meter per second. ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ? അപ്പോൾ ആംഗിൾ 30 ഡിഗ്രി ആണ്, ഇനീഷ്യൽ വെലോസിറ്റി u 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റിയും അതുപോലെ തന്നെ ആക്സിലറേഷനുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹയസ്റ്റ് പോയിന്റിൽ ഉണ്ടാവുന്ന വെലോസിറ്റിയും ആക്സിലറേഷനുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് പ്രൊജക്ടൈൽ വാട്ട് വിൽ ബി ദ value of Vy at the highest point? That is 0, right? Vy is equal to 0 ആണ്. Then Vx will be u cos theta. അതിന് മാറ്റില്ല. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് will be u cos theta. നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി നമുക്കപ്പോൾ Vy അവിടെ 0 ആയതുകൊണ്ട് അതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? Vx ആണ്. സോ ദാറ്റ് ഈസ് u cos theta. u is given as 5 meter per second. Theta is 30 degree. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ Vx will be equal to u means 5 into cos 30. അതായത് 5 into root 3 by 2. അതായത് cos 30യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് root 3 by 2. സോ 5 into root 3 by 2. The value is 4.33 meter per second ആണ്. Now what about the acceleration? അതായത് പ്രൊജക്ടൈൽ മോഷൻ്റെ കേസിൽ എന്താണ്? ആക്സിലറേഷൻ വിൽ ബി ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺലി അല്ലേ? ഫ്രീ ഫോൾ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ വിൽ ബി ഈക്വൽ ടു -g, ദാറ്റ് ഈസ് -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ.
The next question is, a person firing a bullet from a gun experiences a backward jerk. അതായത് എ പേഴ്സൺ ഫയറിങ് എ ബുള്ളറ്റ് ഫ്രം എ ഗൺ ദാറ്റ് ഹീ ഈസ് എക്സ്പീരിയൻസിങ് എ ബാക്ക്വേർഡ് ജേർക്ക്. And the first question is, write the principle behind this. What is the principle behind this? The next question is, a bullet of mass 15 gram fired with a velocity of 100 meter per second from a gun of mass 2 kilogram. Find the recoil speed of gun. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഗിവൺ ആസ് എന്താണ്, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ റീകോയിൽ ഓഫ് ഗൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ ഹിയർ വി ഹാവ് ടു ഫൈൻഡ് ദ റീകോയിൽ സ്പീഡ് ഓഫ് ദ ഗൺ. അതായത് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? ബുള്ളറ്റിൻ്റെ മാസ് ഈസ് ഗിവൺ ആസ് 15 gram മാസ് ഓഫ് ബുള്ളറ്റ്. Then velocity of bullet is 100 meter per second. Then mass of the bullet is, mass of the gun is 2 kilogram. We have to find the recoil speed of gun ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ കാണാൻ പറ്റും? Now we can answer. എന്താണ് the principle behind recoil of gun? What is the principle? Newton's third law. Okay, Newton's third law is the principle behind recoil of gun. Then next question എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? Given quantities are m, small letter m 15 gram ആണ്, that is 15 into 10⁻³ kilogram. Then v, small letter v is 100 meter per second, that is the velocity of the bullet ആണ്. Then m capital M is the mass of gun, that is 2 kilogram. നമുക്ക് കാണേണ്ടത് എന്താണ്? ക്യാപിറ്റൽ വി ആണ് കാണേണ്ടത്, ഗണ്ണിൻ്റെ വെലോസിറ്റി ആണ് കാണേണ്ടത്. സോ വി ക്യാൻ use the equation recoil velocity v is equal to small letter m v divided by capital M. ആ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, recoil velocity. Then we can substitute, direct ആയിട്ട് substitute ചെയ്യാം. So 15 into 10⁻³ into 100 divided by 2, that will be equal to 0.75 meter per second. So the velocity is 0.75 meter per second. The next question is, draw the variation of kinetic energy and potential energy of a freely falling body with height. That is, we have to draw the diagram of kinetic energy and potential energy in the case of a freely falling body. So here we have to take height along x-axis and energy along y-axis ആണ്. നമുക്കിവിടെ kinetic energy and potential energy of a freely falling body with height ആണ് ഇവിടെ വരയ്ക്കുന്നത്. ഇവിടെ നോക്കേണ്ടത് എന്താണ്? ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഏതായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. സോ here we can draw the diagram like this. The next question is, stress strain curve of steel wire is shown below. From the plot, identify the following. അതായത് സ്ട്രെസ് സ്ട്രെയിൻ കേർവ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്, ഒരു സ്റ്റീൽ വയറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കേർവ് ആണ് തന്നിട്ടുള്ളത്. വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഫ്രം ദാറ്റ്. ഓക്കെ, അതായത് ഹിയർ വി ഹാവ് എ ബി സി ഡി ആൻഡ് ഇ. ദെൻ വി ഹാവ് ടു ഫൈൻഡ് എ ബി ഇ ആൻഡ് ഒ ഒ ഡാഷ്. അതെന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാണ് വേണ്ടത്. ഹിയർ വാട്ട് ഈസ് എ? എ ഈസ് ദ പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ആൻഡ് ബി ഈസ് ദ ഇലാസ്റ്റിക് ലിമിറ്റ്. ആൻഡ് ദ സി ഈസ് ദ ബ്രേക്കിംഗ് പോയിൻറ്റ് ഓർ ഫ്രാക്റ്റീവ് പോയിൻറ്റ്. ഓക്കെ, സി ഈസ് ദ ബ്രേക്കിംഗ് പോയിൻറ്റ്. ആൻഡ് ഡി, ദാറ്റ് ഈസ് ഒ ഒ ഡാഷ് ഈസ് റെസിഡ്വൽ സ്ട്രെയിൻ. O dash is the residual strain. The next question is, the angular speed of a rotating body changes from ω1 to ω2 without applying an external torque, but due to change in moment of inertia. Find the ratio of radii of gyration in the two cases. ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? the angular speed of rotating body അത് എങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്? from ω1 to ω2 ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബട്ട് വിത്തൗട്ട് അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ ടോർക്കാണ്, ബട്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണമാണ് ആംഗുലാർ സ്പീഡ് ω1 നിന്ന് ω2 ചേഞ്ച് ചെയ്യുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദ റേഷ്യോ ഓഫ് റേഡി ഓഫ് ഗൈറേഷൻ ഇൻ ദ ടു കേസസ്. അതായത് റേഡിയസ് ഓഫ് ഗൈറേഷൻസിൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത് രണ്ട് കേസിലും ഉണ്ടാവുന്നത്. ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് വി ആർ നോട്ട് അപ്ലൈയിങ് എനി എക്സ്റ്റേണൽ ടോർക്ക്. ഇവിടെ എക്സ്റ്റേണൽ ടോർക്കൊന്നും ആക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് എന്ത് അപ്ലൈ ചെയ്യാം? നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് I1 ω1 is equal to I2 ω2 ആണ്. ഓക്കെ, I1 ω1 is equal to I2 ω2 ആണ്. ഇനി I1 പകരം mk1² എന്ന് റീപ്ലേസ് ചെയ്യാം. സോ അതുപോലെ തന്നെ I2 പകരം mk2² എന്ന് റീപ്ലേസ് ചെയ്യാം. then equation എന്തായി മാറും? mk1² into ω1 is equal to mk2² into ω2. then
m and m will get cancelled, then k1 square by k2 square will be omega 2 by omega 1. That is k1 square by k2 square is equal to omega 2 by omega 1. Then the ratio of k1 by k2, that is k1 by k2 is equal to root of omega 2 by omega 1 ആണ്. That is k1 by k2 is equal to root of omega 2 by omega 1. Now we have 3 more questions. That is answer any 6 questions from 15 to 22. 15 മുതൽ 22 വരെയുള്ളതിൽ ഏതെങ്കിലും 6 questions ആണ് ആൻസർ ചെയ്യാനുള്ളത്. Each carries 3 marks. First question is check the dimensional correctness of the relation. V is equal to root of gm by r. V is the orbital velocity, g is gravitational constant and r is the radius of earth. അപ്പോൾ ഇവിടെ നമുക്ക് v ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എം ബൈ ആർ എന്നുള്ളതാണ് ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളത്. v orbital velocity, then g is the gravitational constant and r is the radius of earth. Here we have to check the dimensional correctness of the equation v is equal to root of gm by r. So how we can check the correctness? By using homogeneity principle, right? So each quantities will be having the same dimension. അതായത് v അതുപോലെ വിയുടെ ഡയമെൻഷനും അതുപോലെ തന്നെ റൂട്ട് ഓഫ് ജി എം ബൈ ആറിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. സോ വി ക്യാൻ ചെക്ക് ദ ഡയമെൻഷൻ ഓഫ് വി. വി എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റിയാണ്. സോ എൽ ടി റേസ് ടു -1 ഈസ് ദ ഡയമെൻഷൻ ഓഫ് വി. ഓക്കെ, m0 എൽ ടി റേസ് ടു -1 എന്ന് എഴുതാം. ഇനി അടുത്ത ക്വാണ്ടിറ്റി ഏതാണ്, റൂട്ട് ഓഫ് ജി എം ബൈ ആർ ആണ്. ഈ റൂട്ട് ഓഫ് ജി എം ബൈ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ജി എം ബൈ ആർ ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതാമല്ലോ. റൂട്ടിന് പകരം 1/2 എന്ന് എഴുതാം. സോ ദാറ്റ് മീൻസ് ജി എം ബൈ ആർ ദ ഹോൾ റേസ് ടു ഹാഫ് എന്ന് എഴുതാം. ഇനി ഓരോ ടേംസിൻ്റെയും ഡയമെൻഷൻസ് എഴുതണം. സോ ദ ഡയമെൻഷൻ ഓഫ് ജി ഈസ് എം റേസ് ടു -1 എൽ ക്യൂബ് ടി റേസ് ടു -2 ഇൻറ്റു എം മീൻസ് ദാറ്റ് എം ഇറ്റ് സെൽഫ് ഡിവൈഡഡ് ബൈ ആർ ദാറ്റ് ഈസ് എ ലെങ്ത്. സോ ബൈ എൽ ദ ഹോൾ റേസ് ടു ഹാഫ് എന്ന് കിട്ടും. സോ എം റേസ് ടു -1 എൽ ക്യൂബ് ടി റേസ് ടു -2 ഇൻറ്റു എം ബൈ എൽ ഹോൾ റേസ് ടു ഹാഫ്. ഓക്കെ, അത് എന്തായിട്ട് മാറും, എം ആൻഡ് എം വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ഓക്കെ, ദെൻ റിമൈനിങ് ടേംസ് എന്തൊക്കെയാണ്, എൽ സ്ക്വയർ ദെൻ ടി റേസ് ടു -2 ഹോൾ റേസ് ടു ഹാഫ്. ബാക്കി ഉള്ള ടേംസ് ഏതൊക്കെയാണ്, എൽ ടി റേസ് ടു -1 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് m0 ഇവിടെ 0 ആണ്, m0 എൽ ടി റേസ് ടു -1 ആണ്. അപ്പോൾ എന്താ കിട്ടിയത്, ഡയമെൻഷൻ ഓഫ് എൽ എച്ച് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ് ആണ്. ദാറ്റ് മീൻസ് ദ equation is dimensionally correct. The next question is obtain an expression for centripetal acceleration of a body in uniform circular motion. So in the case of uniform circular motion we have to find the expression for centripetal acceleration of a body. അതായത് centripetal acceleration ആണ് നമുക്ക് derive ചെയ്യാനുള്ളത് in the case of uniform circular motion. Here we have to find the acceleration in the case of uniform circular motion. We are considering a uniform circular motion and here r and r dash, vector r and vector r dash are the position vectors ആണ്. Then v and v dash എന്ന് പറയുന്നത് they are the velocity vectors. Okay, and they are always perpendicular. അതായത് വെലോസിറ്റി വെക്ടേഴ്സും അതുപോലെ തന്നെ പൊസിഷൻ വെക്ടേഴ്സും എപ്പോഴും എങ്ങനെയായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ 2 ട്രയാങ്കിൾസ് കാണാൻ കഴിയും അല്ലേ. അതായത് സി പി പി ഡാഷ് എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, അതായത് പൊസിഷൻ വെക്ടേഴ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതേപോലെ തന്നെ ട്രയാങ്കിൾ ഫോംഡ് ബൈ ദ വെലോസിറ്റി വെക്ടേഴ്സ്, അതായത് വി ആൻഡ് വി ഡാഷ് കൊണ്ട് ഫോം ചെയ്ത ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ 2 ട്രയാങ്കിൾസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ദേ ആർ സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, അതായത് ദ ട്രയാങ്കിൾ സി പി പി ഡാഷ് ആൻഡ് ജി എച്ച് ഐ, അതായത് വെലോസിറ്റി വെക്ടേഴ്സ് ചേർന്നുണ്ടാവുന്ന ട്രയാങ്കിൾ, ദീസ് 2 ആർ സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, റേഷ്യോ ഓഫ് ബേസ് ലെങ്ത് ടു സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓഫ് 1 ട്രയാങ്കിൾ വിൽ ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ അതർ ട്രയാങ്കിൾ. അതായത് റേഷ്യോ ഓഫ് ബേസ് ലെങ്ത് ടു സൈഡ് ലെങ്ത് എന്ന് പറയുന്നത് 2 ട്രയാങ്കിൾസിൻ്റെയും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും, ബേസ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഡെൽറ്റ വി ആണ്, സൈഡ് ലെങ്ത് ബൈ വി. സോ ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു, അടുത്ത ട്രയാങ്കിളിൻ്റെ കേസിൽ ബേസ് ലെങ്ത് എന്താണ്, ഡെൽറ്റ ആർ ആണ്, ബൈ ആർ, ക്യാപിറ്റൽ ആർ. ഓക്കെ, അതായത് ഡെൽറ്റ വി ബൈ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ആർ ബൈ ആർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എന്ത് ചെയ്യാൻ പറ്റും, ഡെൽറ്റ വി അതിൽ നിന്ന് കാണാമല്ലോ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ ഡെൽറ്റ വി ഉണ്ട്, പക്ഷേ നമുക്ക് ആ ആക്സിലറേഷൻ ആണ് കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഒന്ന് ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, വി ബൈ
ആർ ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടിക്ക് ഈക്വൽ ആയിരിക്കും. When delta t tends to 0, the equation becomes delta v by delta t will be equal to dv by dt, and delta r by delta t is equal to dr by dt. Okay, then the equation becomes dv by dt is equal to v by r into dr by dt. And what is dr by dt? Rate of change of distance, that is velocity. So v by r into v, that is dv by dt is acceleration. So a is equal to v by r into v എന്ന് എഴുതാം. That means a is equal to v square by r. So a is equal to v square by r is the expression for uniform circular motion. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കണ്ടു നോക്കുക, അതായത് ഡെറിവേഷൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. The next question is, show that the total mechanical energy of a freely falling body is constant. അതായത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി വിൽ ബി കോൺസ്റ്റൻറ്റ്. ദാറ്റ് വി ഹാവ് ടു പ്രൂവ്. അതായത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്ന ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഹിയർ വി ആർ കൺസിഡറിങ് എ ബോഡി ഓഫ് മാസ് എം ഫോളിംഗ് ഫ്രീലി ഫ്രം എ ഹൈറ്റ് എച്ച്. അതായത് എച്ച് ഹൈറ്റിൽ നിന്ന് ഫ്രീലി ഫോൾ ചെയ്യുന്ന ഒരു ബോഡിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എം മാസുള്ള ഒരു ബോഡിയാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷൻസ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് ആണ്. എച്ച് ഹൈറ്റിലാണ് അത് ഫോൾ ചെയ്യുന്നത്. അപ്പോൾ എച്ച് ഹൈറ്റാണ് എ വരെയുള്ള പോയിന്റിൽ വരുന്ന ഹൈറ്റ്. ഇനി ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് പോയിന്റ് എടുത്തിട്ടുണ്ട്. സോ എ മുതൽ ബി വരെയുള്ള ഹൈറ്റിന് നമ്മൾ എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എച്ച് ആണ്. എ ടു ബി ഉള്ള ഹൈറ്റ് എത്രയാണ്? എക്സ് ആണ്. ദെൻ വാട്ട് വിൽ ബി ബി ടു സി? ബി ടു സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും അല്ലേ? എച്ച് മൈനസ് എക്സ് ആയിരിക്കും ബി ടു സി വരുന്ന ഹൈറ്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യം വരച്ച് തന്നെ വയ്ക്കുക. എന്നിട്ട് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? ഓരോ പോയിന്റിലും ഉണ്ടാവുന്ന മെക്കാനിക്കൽ എനർജി എന്താണ്? കൺസേർവ്ഡ് ആണ്. അതായത് മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോൾ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓരോ കേസിലും എ ബി സി എന്ന് പറയുന്ന 3 പോയിന്റ്സിലും കാണുക. അവ എന്താണെന്ന് പ്രൂവ് ചെയ്യണം? സെയിം ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ കൺസിഡർ ദ പോയിന്റ് എ. എ എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഹൈറ്റ് എച്ച് ആണ്, എം മാസ്സാണുള്ളത്, ജി ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഈക്വൽ ടു എം ജി എച്ച്. ദെൻ വാട്ട് അബൌട്ട് കൈനറ്റിക് എനർജി? മാക്സിമം ഹൈറ്റ് എത്തുമ്പോണ്ടാവുന്ന കൈനറ്റിക് എനർജി എന്താണ്? മാക്സിമം ഹൈറ്റിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യില്ല അല്ലേ? അപ്പോൾ അവിടെ വെലോസിറ്റി 0 ആയിരിക്കും. ദെൻ ടോട്ടൽ കൈനറ്റിക് എനർജി വിൽ ബി 0. അപ്പോൾ ടോട്ടൽ എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി, ദാറ്റ് ഈസ് എം ജി എച്ച് പ്ലസ് 0, ദാറ്റ് വിൽ ബി ഈക്വൽ ടു എം ജി എച്ച്. ഓക്കെ, ഇനി പോയിന്റ് ബി കൺസിഡർ ചെയ്യാണ്. പോയിന്റ് ബിയിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി എന്തിന് ഈക്വൽ ആയിരിക്കും? എം ജി എച്ച് ആണ് ഇക്വേഷൻ അല്ലേ? ഇവിടുത്തെ എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് മൈനസ് എക്സ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ് എന്ന് എഴുതാം. ഇനി കൈനറ്റിക് എനർജി എന്തിന് ഈക്വൽ ആണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്. ഓക്കെ, ദെൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഹിയർ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വി സ്ക്വയർ. വി സ്ക്വയറിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വി ആർ കൺസിഡറിങ് ദ ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. Here u is equal to 0, then a is equal to g and s is equal to x. Then what we will get? V square is equal to 2gx എന്ന് കിട്ടി. Now we can substitute in that equation. അതായത് kinetic energy is equal to half m v square ആയിരുന്നു. So half m into 2gx എന്ന് എഴുതാം. So that will be mgx. Okay, അപ്പോൾ ടോട്ടൽ എനർജി എന്തായിരിക്കും? ടോട്ടൽ എനർജി mg into h minus x plus mgx ആണ്. That means kinetic energy plus potential energy ആണ്. Then that mgx and mgx will get cancelled. Then the equation is mgh. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിൽ, അതായത് ബി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന മെക്കാനിക്കൽ എനർജിയും എത്രയാണ് കിട്ടിയത്? mgh ആണ്. ഓക്കെ, നൗ വി ക്യാൻ കൺസിഡർ ദ പോയിന്റ് സി. പോയിന്റ് സിയിൽ എച്ച് എത്രയാണ്? 0 ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0, ബിക്കോസ് എച്ച് ഇസ് ഈക്വൽ ടു 0. ദെൻ കൈനറ്റിക് എനർജി ദാറ്റ് വിൽ ബി ഹാഫ് എം വി സ്ക്വയർ. Now we can use the equation v square is equal to u square plus 2as for finding v square. അപ്പോൾ അതിങ്ങനെ കാണാം. ഇവിടെ u എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. a is equal to g and s is equal to h ആണ്. ഓക്കെ, then v square will be equal to 2gh എന്ന് കിട്ടും. Now we can substitute in that equation. അപ്പോൾ എന്തായിരിക്കും? kinetic energy is half m into 2gh എന്ന് എഴുതാം. ഓക്കെ, then mgh will be the kinetic energy. Okay, then what will be the total energy or mechanical energy? Kinetic energy plus potential energy ആണ്.
ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 0 ആണ്. സോ ടോട്ടൽ എനർജി വിൽ ബി mgh. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസിൽ നിന്ന് എന്താണ് ക്ലിയർ ആവുന്നത്? യെസ്, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ് ഡ്യൂറിങ് ഫ്രീ fall. ഓക്കെ, hope it is clear to you. Now we can conclude the video. If you have any doubts or suggestions, please comment. So now we can conclude. Thanks for watching.